The moment of dislocations. So in this video we are going to discuss how the dislocation move. Okay, the movement of a large number of dislocation within the crystal result in a plastic deformation. We already know that the moment of dislocations in the within the crystal result in a plastic deformation. So an edge dislocation move in response to a shear stress applied in a direction perpendicular to the dislocation line. So we already discussed in edge dislocation and screw dislocation, the dislocation movement is moving. So in edge dislocation the dislocation is moving in a direction perpendicular to the dislocation line. Okay, the process by which plastic deformation is produced by the dislocation movement is known as a slip. Dislocation movement ഇതുകൊണ്ടിട്ട് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാകുന്നതിന് സ്ലിപ്പ് ഓർ ഗ്ലൈഡ് എന്ന് പറയാം. വേറെ കുറേ പ്രോസസ്സ് ഉണ്ട്. ക്രോസ് സ്ലിപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ക്ലൈംബ് എന്ന് പറയാം. അത് ഡിസ്ലൊക്കേഷൻസ് മൂവ്മെൻറ്റ് കൊണ്ട് ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങളാണ്, ജോഗ്സ് അല്ലെങ്കിൽ കിങ്സ്. ജോഗ്സ് ആൻഡ് കിങ്സ്. സോ നമുക്കിതെല്ലാം വൺ ബൈ വൺ ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിക്കാനുണ്ട്. സോ ആദ്യം ഞാൻ പറഞ്ഞത് സ്ലിപ്പാണ്. ദ ബേസിക് മോഡ് ഓഫ് ഡിസ്ലൊക്കേഷൻ ഈസ് ബൈ വേ ഓഫ് സ്ലിപ്പ് ഓർ ഗ്ലൈഡ് അലോങ് ദി സ്ലിപ്പ് പ്ലെയിൻ. സോ ദ ബേസിക് മോഡ് ഓഫ് ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേന് സ്ലിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഗ്ലൈഡ് ചെയ്യുക എന്നതാണ് എൻ്റെ ബേസിക് മോഡ്. ദ പുവർ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ക്യാൻ സ്ലിപ്പ് ഓർ ഗ്ലൈഡ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് എഡ്ജ്. നമ്മൾ പറഞ്ഞു എഡ്ജ് ഡിസ്ലൊക്കേഷനകത്ത് ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ടു ദ ഡിസ്ലൊക്കേഷൻ ലൈനാണ്. പക്ഷേ ഇൻ സ്ലിപ്പ്, during slip, what happened is that atomic bonds at one point are broken and re-established at another point. നമ്മൾ ഈ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുന്നു. ആ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യാൻ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോ ഡിസ്ലൊക്കേഷൻസിൻ്റെ ആ ഒരു പ്ലെയിൻ ഓഫ് ആറ്റംസ് മൂവ് ചെയ്യുമ്പോൾ സംഭവിക്കും. ഡ്യൂറിങ് സ്ലിപ്പ് ദ അറ്റോമിക് ബോണ്ട് അറ്റ് വൺ പോയിന്റ് ആർ ബ്രോക്കൺ ആൻഡ് റീ-എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് അനദർ പോയിന്റ്. വേറൊരു പോയിന്റ് റീ-എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. The presence of dislocation makes the above process easier in the crystal. അപ്പോൾ ഇവിടെ ഒരു ഡിസ്ലൊക്കേഷൻ എവിടെയെങ്കിലും പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ സ്ലിപ്പ് എന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ച് ഈസി ആയിട്ട് നടക്കും. ഇപ്പം നമുക്ക് നാച്ചുറലായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി സെഡ് ഇൻ റിയൽ ക്രിസ്റ്റൽസ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഈസ് എഫക്റ്റഡ് ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻ. നമുക്ക് വീണ്ടും സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഈസ് എഫക്റ്റഡ് ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻ. ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാകുന്നത്. ഇതിവിടെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എഡ്ജ് ആൻഡ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻസ് ആർ ഷോൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ എഡ്ജ് ഡിസ്ലൊക്കേഷൻ നമുക്കിത് നോക്കി ഈ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗറിനകത്ത് എന്താണ് കൊടുത്തേക്കുന്നത്? ഈ ക്രിസ്റ്റൽ ഇൻ വിച്ച് എഡ്ജ് ഡിസ്ലൊക്കേഷൻ പ്രസൻറ്റ് ആൻഡ് മൂവിങ്. ഇതൊരു പെർഫെക്റ്റ് ക്രിസ്റ്റലാണ്. ഇതിനകത്ത് ഒരു എഡ്ജ് ഡിസ്ലൊക്കേഷനും ഇല്ല. നോക്കി ആ പെർഫെക്റ്റ് ക്രിസ്റ്റലിനകത്തോട്ട് ഇതിനൊരു എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റം ഞാൻ വെച്ച് കൊടുക്കുന്നു. എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റം വെച്ച് കൊടുക്കുമ്പം എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാകും. തൊട്ടടുത്തുള്ള ആറ്റം ഡിസ്റ്റോർഷൻ. ഇതൊരു ഫോഴ്സ് കൊടുക്കുന്നു. വി ആർ അപ്ലൈങ് എ ഫോഴ്സ്. ഒരു സപ്പോർട്ട്സ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഈ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുന്നു, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, തൊട്ടടുത്ത പ്ലെയിനിലോട്ട് മൂവ് ചെയ്യുന്നു. അതുകൊണ്ടോ വീണ്ടും ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എത്തിയത് ഇനി തൊട്ടടുത്ത പ്ലെയിനിലോട്ട് മൂവ് ചെയ്യുന്നു. അപ്പം എന്ത് സംഭവിക്കുന്നു? ഈ ഡിസ്ലൊക്കേഷൻ ഇവിടെ എത്തുന്നു. വീണ്ടും ഫോഴ്സ് തൊട്ടടുത്ത പ്ലെയിനിലോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എത്തുന്നു. അങ്ങനെയാണ് ഈ ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ് മൂവ് ചെയ്യുന്നത്. ഇൻ കേസ് സ്ലിപ്പിനകത്ത് രണ്ട് ഡിസ്ലൊക്കേഷൻസ് ഓപ്പോസിറ്റ് സൈഡിലുള്ള രണ്ട് ഡിസ്ലൊക്കേഷൻസ് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും? അവർ തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. ഇത് ഡിസ്ലൊക്കേഷൻസ് ഓഫ് ഓപ്പോസിറ്റ് സൈൻ ഓഫ് ദ സെയിം സ്ലിപ്പ് പ്ലെയിൻ വുഡ് അട്രാക്റ്റ് ഈച്ച് അതർ ആൻഡ് അനിഹിലേറ്റ് ടുഗദർ ആൻഡ് വൈൽ ദ ഡിസ്ലൊക്കേഷൻസ് ഓഫ് സെയിം ഹിയർ നോട്ട് ലൈവ് സെയിം സൈൻ ആണെങ്കിൽ വുഡ് റിപ്പൽ ഈച്ച് അതർ. ഓക്കെ, ഡിസ്ലൊക്കേഷൻസ് ഓഫ് ഓപ്പോസിറ്റ് സൈൻ ഓൺ ദ സെയിം സ്ലിപ്പ് പ്ലെയിൻ വുഡ് അട്രാക്ട് ഈച്ച് അതർ ആൻഡ് അനിഹിലേറ്റ് ഈച്ച് അതർ വൈൽ ഡിസ്ലൊക്കേഷൻസ് ഓഫ് സെയിം സൈൻ വുഡ് റിപ്പൽ ഈച്ച് അതർ. അല്ലേ, റിപ്പൽ ചെയ്യുന്നു. പിന്നെന്താ പറയുന്നത്? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എഡ്ജ് ഡിസ്ലൊക്കേഷൻ മൂവ് പെർപെൻഡിക്കുലർ ടു ദി ഡിസ്ലൊക്കേഷൻ ലൈൻ ആൻഡ് ബർഗർ വെക്ടർ. നമ്മൾ ഇങ്ങനെ പ്ലെയിൻ ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ വരയ്ക്കുന്നു, ബർഗർ വെക്ടർ ഇങ്ങനെ, ഡിസ്ലൊക്കേഷൻ ലൈൻ ഇങ്ങനെ. അപ്പോൾ എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ബർഗർ വെക്ടറിന് എങ്ങനെയത്? എഡ്ജ് ഡിസ്ലൊക്കേഷനകത്ത് ബർഗർ വെക്ടറിന്
പെർപെൻഡിക്കുലർ ടു ദി ഡിസ്ലൊക്കേഷൻ ലൈനാണ്, ഇതിന് പെർപെൻഡിക്കുലറും പിന്നെ പാരലൽ ടു ദി ബർഗർ വെക്ടറാണ്. അപ്പോൾ ഇരട്ടി ഡിസ്ലൊക്കേഷൻ ഓഫ് ദ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ടു ഡിസ്ലൊക്കേഷൻ ലൈൻ ആൻഡ് പാരലൽ ടു ദി ബർഗർ വെക്ടർ. ബട്ട് ഇൻ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ അത് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. സ്ക്രൂ ഡിസ്ലൊക്കേഷനകത്ത് ഈ മൂവ്മെൻറ്റ് ആകുമ്പം മൂവ്മെൻറ്റ് പെർപെൻഡിക്കുലർ ടു ദി ഡിസ്ലൊക്കേഷൻ ലൈൻ ആൻഡ് ആൾസോ ബർഗർ വെക്ടർ. ബർഗർ വെക്ടറും ഡിസ്ലൊക്കേഷൻ ലൈനും പാരലാണ്. പക്ഷേ നമ്മുടെ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ബർഗർ വെക്ടറിനും ഡിസ്ലൊക്കേഷൻ ലൈനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഈ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് അടുത്ത് എന്താണ് പഠിക്കാനുള്ളത്? ഓക്കെ, അപ്പോൾ ഈ ഡിസ്ലൊക്കേഷൻസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മൂവ്മെൻറ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻസ് അക്രോസ് സ്ലിപ്പ് പ്ലെയിൻ വുഡ് കം അക്രോസ് ബാരിയേഴ്സ് ലൈക്ക് ഗ്രീൻ ബൗണ്ടറി, സൊല്യൂട്ട് ആറ്റംസ്, അതർ ഡിസ്ലൊക്കേഷൻസ്. അങ്ങനെ വരുമ്പോഴത്തേന് അവിടെ പിന്നെ മൂവ് ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ, ഇതെന്ന് such obstacle dislocation due to dislocation move normally would lead to dislocation pile up and stress concentration. അങ്ങനെ ഒബ്സ്റ്റക്കിൾസ് വന്നു കഴിഞ്ഞാൽ ഡിസ്ലൊക്കേഷൻസ് ഇങ്ങനെ അതിൻ്റെ അവിടെ പൈലപ്പ് ചെയ്ത് അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നു അല്ലേ. പക്ഷേ ഇതുണ്ടോ, ഈ ഫിഗർ കാണിക്കുന്നത് വെച്ചാൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോഴ്സ് കൊടുക്കുന്നതിൽ അതിൻ്റെ അല്ലെങ്കിൽ സ്ട്രെസ് കൊടുക്കുന്നതിൻ്റെ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ബർഗർ വെക്ടറിനും ഡിസ്ലൊക്കേഷൻ ലൈനും പെർപെൻഡിക്കുലറായിട്ടാണ് നമ്മുടെ ഈ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഈ ഫിഗർ നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് പാരലായിട്ട് എങ്ങനെയാണ് പെർപെൻഡിക്കുലറായിട്ട് വന്നതെന്ന് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതിന് നമ്മൾ പ്രീവിയസ് വീഡിയോ ഇട്ട് കാണുന്നത് എഡ്ജ് ഡിസ്ലൊക്കേഷൻ, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്താണെന്നുള്ളത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രീവിയസ് വീഡിയോ പഠിച്ചിട്ടുണ്ട്. ആ വീഡിയോ എടുത്ത് നോക്കി നിങ്ങളത് കണ്ട് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ എഡ്ജ് ഡിസ്ലൊക്കേഷനകത്ത് ബർഗർ വെക്ടറും ഡിസ്ലൊക്കേഷൻ ലൈനും പെർപെൻഡിക്കുലർ ആണ്, മോഷൻ നമ്മുടെ ബർഗർ വെക്ടറിന് പാരലലും എഡ്ജ് ഡിസ്ലൊക്കേഷന് ലൈൻ പെർപെൻഡിക്കുലർ ആണ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് ആ ഒരു വീഡിയോ കണ്ടു മനസ്സിലാവും. സ്ക്രൂ ഡിസ്ലൊക്കേഷനകത്ത് മോഷൻ എന്ന് പറയുമ്പോഴത്തേന് ആ ഒരു മോഷൻ എങ്ങനെയായിരിക്കും? ബർഗർ വെക്ടറിനും എഡ്ജ് ആ ഒരു ഡിസ്ലൊക്കേഷൻ ലൈനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ പെർപെൻഡിക്കുലർ പാരലൽ എന്നൊക്കെ പറയുന്നത് ശരിക്കും മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ഇത് വീണ്ടും കാണുക. ഓക്കെ, എഡ്ജ് ഡിസ്ലൊക്കേഷനകത്ത് സ്ക്രൂ ലൊക്കേഷനകത്ത് എൻ്റെ കറക്റ്റാണ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അത് പാരലലും പെർപെൻഡിക്കുലറും ഒക്കെ വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ അത് പോയി കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് വരിക. നമുക്ക് അടുത്ത് പറയാനുള്ളത് ക്രോസ് സ്ലിപ്പാണ്. അതായത് പിന്നെ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ മൂവ് എലോങ് എ സ്ലിപ്പ് പ്ലെയിൻ. സ്ക്രൂ ഡിസ്ലൊക്കേഷന് സ്ലിപ്പ് പ്ലെയിൻ എലോങ്ങായിട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബ്ലോക്ക്ഡ് ഫ്രം ദി ഫർദർ മൂവ്മെൻറ്റ് എലോങ് സ്ലിപ്പ് പ്ലെയിൻ. ആ ഒരു പ്ലെയിനിൽ കൂടെ പിന്നെ അതിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, അത് ബ്ലോക്ക് ചെയ്യപ്പെടും. ഡിസ്ലൊക്കേഷൻ ക്യാൻ നൗ ഷിഫ്റ്റ് ടു അനദർ ഇൻ്റർസെക്റ്റിംഗ് പ്ലെയിൻ. അതെന്തെടുക്കും? വേറൊരു ഇൻ്റർസെക്റ്റിംഗ് പ്ലെയിനിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു ആൻഡ് കണ്ടിന്യൂ ടു മൂവ് എലോങ് ദിസ് പ്ലെയിൻ ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ക്രോസ് സ്ലിപ്പ്. അതായത് നമ്മൾ സ്ലിപ്പിനകത്തെന്ന് പറയുമ്പോഴത്തേന് ഒരു ബാരിയർ അല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റക്കിൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ഫർദർ മൂവ്മെൻറ്റ് ഇല്ല. പക്ഷേ ക്രോസ് സ്ലിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻ്റർസെക്റ്റിംഗ് പ്ലെയിൻസ് ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കും? അവിടെയുള്ള ആ ഡിസ്ലൊക്കേഷന് തൊട്ടടുത്തുള്ള ഇൻ്റർസെക്റ്റിംഗ് പ്ലെയിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും പിന്നെ ആ ഒരു ഡിസ്ലൊക്കേഷൻ ആ ഒരു ഇൻ്റർസെക്റ്റിംഗ് പ്ലെയിനിൽ കൂടെ മൂവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നോക്കിയേ, ഇതാണ് ക്രോസ് സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ലൊക്കേഷൻ നൗ ഷിഫ്റ്റ് ടു അനദർ ഇൻ്റർസെക്റ്റിംഗ് പ്ലെയിൻ ആൻഡ് കണ്ടിന്യൂ ടു മൂവ് അലോങ് ദിസ് പ്ലെയിൻ. ദിസ് ഈസ് കോൾഡ് ക്രോസ് സ്ലിപ്പ്. The cross slip can occur only in screw dislocation. ക്രോസ് സ്ലിപ്പ് എവിടെയാണെന്നുള്ളത് ഒക്കർ ചെയ്തുള്ളത്? സ്ക്രൂ ഡിസ്ലൊക്കേഷനകത്ത് മാത്രമേ ക്രോസ് സ്ലിപ്പ് ഒക്കർ ചെയ്തുള്ളൂ. ബിക്കോസ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ക്യാൻ ഓൺലി ഷിഫ്റ്റ് ടു ഡിഫറെൻറ്റ് ഇൻ്റർസെക്റ്റിംഗ് പ്ലെയിൻസ്. സ്ക്രൂ ഡിസ്ലൊക്കേഷൻസ് മാത്രമേ ഉള്ളൂ ഡിഫറെൻറ്റ് ഇൻ്റർസെക്റ്റിംഗ് പ്ലെയിൻസിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. എഡ്ജ് ഡിസ്ലൊക്കേഷൻ ക്യാൻ മൂവ് ഓൺലി അലോങ് പാരലൽ സ്ലിപ്പ് പ്ലെയിൻ. എഡ്ജ് ഡിസ്ലൊക്കേഷൻ എപ്പോഴും പാരലൽ സ്ലിപ്പ് പ്ലെയിൻസിലൂടെ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ സ്ക്രൂ ഡിസ്ലൊക്കേഷൻസ് അതിന് ഇൻ്റർസെക്റ്റിംഗ് പ്ലെയിൻസ് പെർപെൻഡിക്കുലറായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിലുള്ള ഇൻ്റർസെക്റ്റിംഗ് പ്ലെയിൻസിലോട്ട് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യും. എന്തിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഈ ഡിസ്ലൊക്കേഷനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇൻ്റർസെക്റ്റിംഗ് പ്ലെയിൻസ് ആർ പ്രസൻറ്റ് ഇൻ FCC ആൻഡ് BCC ക്രിസ്റ്റൽസ്. FCCയിലും BCCയിലും ഇൻ്റർസെക്റ്റിംഗ് പ്ലെയിൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? FCC BCC ഇൻ്റർസെക്റ്റിംഗ് പ്ലെയിൻസ് ഉണ്ടെങ്കിൽ ഹെൻസ് ക്രോസ് സ്ലിപ്പ് ഒക്കർ ഇൻ സച്ച് crystals and ductility of metals having this crystal structure are better than HCP. അപ്പോൾ ഈ HCPയിൽ എന്ന് പറയുന്ന സംഭവത്തിൽ ക്രോസ് ഇൻ്റർസെക്റ്റിംഗ്
പ്ലെയിൻസ് ഇല്ല. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ക്രോസ് സ്ലിപ്പ് നടക്കത്തില്ല. പക്ഷേ ബി സി സിയും എഫ് സി സിയിലും ഇൻ്റർസെക്റ്റിംഗ് പ്ലെയിൻസ് ഉണ്ട്, അവിടെ ക്രോസ് സ്ലിപ്പ് നടക്കും. അപ്പോൾ ക്രോസ് സ്ലിപ്പ് നടക്കുമ്പം അവിടെ ഡിസ്ലൊക്കേഷൻ ഒരു ബാരിയർ വന്നെങ്കിൽ പോലും അത് തൊട്ട് അടുത്തുള്ള ഇൻ്റർസെക്റ്റിംഗ് പ്ലെയിൻസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും ഡിസ്ലൊക്കേഷൻ. തന്നെ ആ ഒരു പ്ലെയിനിലൂടെ മൂവ്മെൻറ്റ് ചെയ്യുന്നു. അവിടെ ഒരു ബാരിയറായിട്ട് വന്നു കഴിയുമ്പം അവിടെ ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ആവുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കി ഇൻ്റർസെക്റ്റിംഗ് പ്ലെയിൻസ് ഉള്ള ക്രിസ്റ്റൽസ് ആയ എഫ് സി സി ബി സി സി എല്ലാം മോർ ഡക്റ്റൈലാണ്. പക്ഷേ എച്ച് സി പി എന്ന് പറയുമ്പം അതിനകത്ത് സ്ലിപ്പ് പ്ലെയിൻസ് ആർ പാരലാണ്. അതുകൊണ്ട് അവിടെ ക്രോസ് സ്ലിപ്പ് ഉണ്ടാകില്ല. സോ എച്ച് സി പി ആർ ടെൻസ് ടു ബി ബ്രിട്ടിലാണ്. എച്ച് സി പി കൂടുതലും ബ്രിട്ടിലായിട്ടാണ് കാണപ്പെടുന്നത്. അടുത്ത നമുക്ക് പറയുന്നത് ഡിസ്ലൊക്കേഷൻ ക്ലൈംബാണ്. ഡിസ്ലൊക്കേഷൻ ക്ലൈംബ് എന്ന് പറയുമ്പോൾ അങ്ങനെ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ക്യാൻ മൂവ് ഔട്ട് ഓഫ് ഇറ്റ് സ്ലിപ്പ് പ്ലെയിൻ ടു അനദർ സ്ലിപ്പ് പ്ലെയിൻ എബോവ് ഓർ ബിലോ ഇട്ട്. അതായത് ഒരു ഡിസ്ലൊക്കേഷന് തൊട്ടടുത്തൊരു സ്ലിപ്പ് പ്ലെയിനിലോട്ട് മൂവ് ചെയ്യുക. അത് തൊട്ട് മുകളിലായിരിക്കാം താഴെ ആയിരിക്കാം. ദിസ് ടൈപ്പ് ഓഫ് ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ് ഈസ് നോൺ ആസ് ഡിസ്ലൊക്കേഷൻ ക്ലൈംബ്. അതായത് ഒരിടത്ത് നിന്ന് ഡിസ്ലൊക്കേഷന് തൊട്ടടുത്ത് നിന്ന് ഡിസ്ലൊക്കേഷൻ പ്ലെയിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അത് മുകളിലോട്ടാകാം താഴോട്ടാവും. അത് ക്ലൈംബ് ചെയ്യുന്നു, ചാടി കയറി പോകുന്നു എന്ന അർത്ഥമാണ് വരുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഡിസ്ലൊക്കേഷൻ ക്ലൈംബ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് ക്ലൈംബിനകത്ത് എന്താണ് സംഭവിക്കുക? പോസിറ്റീവ് ക്ലൈംബ് ഒക്കേഴ്സ് ബൈ ദ ഡിഫ്യൂഷൻ ഓഫ് വേക്കൻസീസ് ടു ദി സൈറ്റ് ഓഫ് ദി ലൊക്കേഷൻ. അതായത് ഇതൊക്കെ ഇവിടെ നമുക്കൊരു എക്സ്ട്രാ പാർഷ്യൽ പ്ലെയിൻ ഉണ്ട്. എക്സ്ട്രാ പാർഷ്യൽ പ്ലെയിൻ ഈ ഒരു ആറ്റം ഇവിടെ ഒരു വേക്കൻറ്റ് സൈറ്റ് ഉണ്ട്. ഈ വേക്കൻറ്റ് സൈറ്റിലോട്ട് പോയിരിക്കുന്നത് അത് ഇത് വന്നിട്ട് എവിടെ വന്നിട്ട് ഈ വേക്കൻറ്റ് സൈറ്റിലോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഒരു ആറ്റം ഇല്ലാതെ വന്നു. അവിടെ എന്താ പറയുക, ഇത് വേക്കൻസി ഡിഫ്യൂസസ് ഇൻ ടു ദ എഡ്ജ് ഡിസ്ലൊക്കേഷൻ. സോ ദ ഡിസ്ലൊക്കേഷൻ ക്ലൈംബ്സ് അപ്പ് അല്ലേ, ക്ലൈംസ് അപ്പ് അല്ലേ. ഇതെന്താണ്, ഇത് ഇങ്ങനെ ഡിസ്ലൊക്കേഷൻ ഇങ്ങനെ കൂടി വന്ന്. അപ്പോൾ ഇവിടെ എന്താ പോസിറ്റീവ് ടൈപ്പ് ഓഫ് ക്ലൈംബിംഗ് ആണ്. ഇനി അതല്ല, തിരിച്ചു വരുവാന്നിരിക്കട്ടെ, ഇവിടെ ഒരു കറക്റ്റായിട്ട് അറേഞ്ച്മെൻ്റ് ആണ്. പക്ഷേ ഈ ആറ്റം എന്തുവാ ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഇത് സംഭവിക്കുന്നു, ഇത് ഇങ്ങോട്ട് വന്ന് ഇരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് ആറ്റം എങ്ങോട്ട് വന്നു, താഴോട്ട് വന്നില്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഈ ടൈപ്പ് ഓഫ് ഡിസ്ലൊക്കേഷനെ പറയുന്നതാണ് നെഗറ്റീവ്. അതായത് പോസിറ്റീവ് എന്ന് പറയുമ്പോഴത്തേന് എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റത്തിൽ നിന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു വേക്കൻസി സൈഡിലോട്ട് പോകുന്നു. പക്ഷേ നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേന് ഒരു റെഗുലർ സൈറ്റിൽ നിന്ന് ഒരു പാർഷ്യൽ പ്ലെയിനിൻ്റെ തൊട്ടടുത്ത ആറ്റത്തിൻ്റെ പൊസിഷനിലോട്ട് പോയിരിക്കുന്നു. അങ്ങനെ വരുന്ന രണ്ടെണ്ണമാണ് ക്ലൈംബ് പോസിറ്റീവിനും അതും നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് ക്ലൈംബ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോസിറ്റീവ് ക്ലൈംബ് ഒക്കർ ബൈ ദ ഡിഫ്യൂഷൻ ഓഫ് വേക്കൻസീസ് ടു ദ സൈറ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻ. പോസിറ്റീവ് ക്ലൈംബ് ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നത് ഒക്കർ ബൈ ദി ഡിഫ്യൂഷൻ ഓഫ് വേക്കൻസി ടു ദ സൈറ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻ. The row of atoms from the complete plane of atoms are absorbed by the near vacancies. അതായത് ആ ഒരു കംപ്ലീറ്റ് പ്ലെയിനുള്ള ആറ്റംസിലുള്ള വേക്കൻസിലോട്ട് ആര് അബ്സോർബ് ചെയ്യുന്നു, ഈ എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റത്തിലുള്ള ആറ്റംസ് അബ്സോർബ് ചെയ്യപ്പെടുന്നു. ദെയർ ബൈ റെഡ്യൂസ് ഇൻ ദ സൈസ് ഓഫ് ഇൻകംപ്ലീറ്റ് പ്ലെയിൻ ഓഫ് ആറ്റംസ്, ഹെൻസ് ഷിഫ്റ്റിംഗ് ദി സ്ലിപ്പ് പ്ലെയിൻ. അതായത് ഈ ഇൻകംപ്ലീറ്റ് പ്ലെയിൻ ഓഫ് ആറ്റംസിൻ്റെ സൈസ് കുറച്ച്. ഇവിടെ എത്ര സൈസ് ഉണ്ടായിരുന്നു, 1 2 3 4 5 6 ഉണ്ട്. ഇവിടെ കണ്ടോ, 1 2 3 4 എണ്ണേ ഉള്ളൂ. അപ്പോൾ നോക്കി, ആ നമ്പർ ഓഫ് ആറ്റംസ്, ഇൻകംപ്ലീറ്റ് പ്ലെയിൻ ഓഫ് ആറ്റംസിന് നമ്പർ ഓഫ് ആറ്റംസും കുറഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്, thereby reducing the size of incomplete plane of atoms and hence the shift in the slip plane. This process is called positive. Or negative climate എന്താ പറയുന്നത്, നെഗറ്റീവ് ക്ലൈമിനകത്ത് some nearby atoms from the normal atomic sites move to dislocation site and form an additional row of atoms to incomplete plane of atom. This results in the creation of number of vacancies in the vicinity of dislocation. ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് റെഗുലർ സൈറ്റിൽ നിന്ന് ഇത് റെഗുലർ സൈറ്റ് ഈ ഒരു റെഗുലർ സൈറ്റ് എക്സ്ട്രാ ഇങ്ങോട്ട് വരുന്നു. ഒരു റെഗുലർ സൈറ്റിൽ നിന്ന് എങ്ങോട്ട് വരുന്നു, ഇവിടെ വന്ന പാർഷ്യൽ പ്ലെയിനിലോട്ട് വന്നിരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇവിടെ എല്ലാം അങ്ങനെ അതിൻ്റെ റെഗുലർ സൈറ്റ്സിലെല്ലാം വേക്കൻസി ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്ലൈംബിനെ പറയുന്നത് നെഗറ്റീവ് ക്ലൈംബ് അല്ലെങ്കിൽ നെഗറ്റീവ് ക്ലൈംബ് ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. The process of dislocation climb due to self-diffusion and is controlled by the temperature level. Okay, at higher temperature, diffusion and hence climb occurs faster. So the dislocation climb an important mechanism behind
ക്രീപ്പ് ഇൻ മെറ്റൽസ്. അപ്പോൾ ഈ ക്ലൈംബ് എന്ന് പറയുന്ന ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ് ടെമ്പറേച്ചർ അനുസരിച്ച് കൂടുകയും കുറയും ചെയ്യും. ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈംബ് എന്ന് പറയുന്ന ഫിനോമിന കൂടും അല്ലേ, ക്ലൈംബ് എന്ന് പറയുന്ന ഫിനോമിന കൂടും. ടെമ്പറേച്ചർ കുറവാണെങ്കിൽ കുറയും. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ അനുസരിച്ച് ഈ ഒരു ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുന്നതിന് ഒരു സംഭവം പറഞ്ഞില്ലായിരുന്നു, ഒരു ഫിനോമിന പറഞ്ഞില്ലായിരുന്നു. ആ ഫിനോമിന പറഞ്ഞവരാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ മൂവ് കൂടുന്നതനുസരിച്ച് ഈ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുന്നതിനെ പറയുന്ന, ഡിസ്ലൊക്കേഷൻ്റെ മൂവ്മെൻറ്റ് കൂടുന്നതിനെ പറയുന്ന പേരാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ജോക്സ് ആൻഡ് കിൻസ് ആണ്. അപ്പോൾ ഇത്രയും നിൽക്കട്ടെ. അപ്പോൾ ഇത്രയും സെക്ഷൻസ് നല്ലതായിട്ട് പഠിച്ചിട്ട് നോട്ട്സ് എഴുതുക. അടുത്ത് നമുക്ക് ജോക്സ് ആൻഡ് കിൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.